നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രത്യേക തരം ഡയറ്റ് ഡിഷാണ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. കേരളത്തിൽ വളരെ കുറവാണ് ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ ഞാൻ ബാംഗ്ലൂരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർണാടകയിൽ വളരെ കൂടുതലായിട്ട് അവരുടെ ഡയറ്റിൽ അവർ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് റാഗി അമ്പാലി എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ കേരളത്തിലേക്ക് വെച്ച് പറയുകയാണെങ്കിൽ റാഗി കഞ്ഞി എന്ന് പറയാം. പക്ഷെ കഞ്ഞി ഉണ്ടാക്കുന്ന രീതിയിലല്ല ഉണ്ടാക്കുന്നത്, റാഗി മാൾട്ട് എന്നൊക്കെ ഇതിനെ വിളിക്കും. അപ്പൊ ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ കർണാടകയിലൊക്കെ അമ്പലങ്ങളിലൊക്കെ പ്രസാദമായിട്ട്, അപ്പൊ അമ്പലങ്ങളിൽ ഒരു പ്രസാദമായിട്ട് കൊടുക്കണമെങ്കിൽ അപ്പൊ അതിന്റെ അത്രയും ഗുണമുണ്ടാകും ഹെൽത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് റാഗി വെച്ചിട്ട്, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ആദ്യം പറയാം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു പുളിപ്പിച്ച പാനീയമാണ്, അല്ലെങ്കിൽ ഒരു പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥമാണ്. നമ്മൾ ഓവർനൈറ്റ് രാത്രിയിൽ വെച്ചിട്ട് രാവിലെയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റാഗി പൊടി മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും. കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരോ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ് റാഗി, അല്ലെങ്കിൽ മുത്താറി ഫിംഗർ മില്ലറ്റ് എന്ന മില്ലറ്റ്. വളരെ ഗുണസമ്പുഷ്ടമായ ഒരു മില്ലറ്റ് തന്നെയാണിത്. അപ്പൊ ഈ റാഗി പൊടി നമുക്ക് വേണം. നമുക്ക് ആവശ്യാനുസരണം റാഗി പൊടി എടുത്തിട്ട് നമ്മൾ കുറുക്കുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു തിക്നെസ്സിൽ നല്ല തിക്കായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു ജെല്ലി പരുവത്തിൽ പോലെ എടുക്കില്ലേ, അതേപോലെ കുറുക്കുണ്ടാക്കി റാഗി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പം ഒന്ന് തണുത്ത ശേഷം, ഈ കുറുക്കൊന്ന് തണുത്ത ശേഷം തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം, അതായത് നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു 5 ടീസ്പൂൺ റാഗി പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഒരു 300 ml വെള്ളം ഒഴിക്കണം. ഈ വെള്ളത്തിന്റെ കണക്കിൽ അത്ര എക്സാക്റ്റ് കണക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം കുടിക്കാൻ അനുയോജ്യമായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പം ആറിയ വെള്ളം ഒരു 300 ml നമ്മൾ വെക്കുക. അതിൻ്റെ അകത്തേക്ക് ഈ കുറുക്ക് ഇട്ട് വെക്കുക. അത് മിക്സ് ചെയ്യുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് നമുക്കറിയാം റാഗി കുറുക്കായി കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ അലിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് വെറുതെ ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ വെറുതെയോ ആ കുറുക്ക് അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ച് ഇട്ട് വെക്കുക ആ വെള്ളത്തിൻ്റെ അകത്തേക്ക്. ഒരു രാത്രി മുഴുവൻ ആ വെള്ളത്തിൽ കിടന്ന് ഈ റാഗിയുടെ കുറുക്ക് പുളിക്കണം, അല്ലെങ്കിൽ ഫെർമെന്റ് ചെയ്യണം. അതാണ് ഔഷധ ഗുണങ്ങൾ നൽകുന്നത്, ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ, ഇത് നമ്മൾ വൈകിട്ട് ഉണ്ടാക്കി വെക്കാം. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആദ്യം എണീറ്റ് പാടാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കുറുക്ക് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കുറുക്ക് നന്നായിട്ട് ആ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചില ആൾക്കാർ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി ആ വെള്ളവും ആ കുറുക്കും കൂടെ യോജിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് കുറുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആവുകയും ഈ വെള്ളത്തിൽ മിക്സ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാനീയം കിട്ടി. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇപ്പോൾ ഒരാളാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 5 ടീസ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരും 2 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് മുളകും, അതുപോലെ തന്നെ നമുക്ക് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇടാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ദുപ്പാണ് ഇടേണ്ടത്. സാധാരണ ഉപ്പ് രുചിക്ക് വേണ്ടി കുറെ ഇടരുത്, കാരണം ഫെർമെന്റ് ചെയ്ത ഉണ്ടായ നല്ല ബാക്ടീരിയകളെ ഈ ഉപ്പ് കൊന്നുകളയും, അല്ലെങ്കിൽ അത് ചത്തുപോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചൊരു ചെറിയൊരു രുചിക്ക് വേണ്ടി 2 നുള്ളി ഇന്ദുപ്പും കൂടി ഇട്ട് ഇതെല്ലാം മിക്സ് ചെയ്യുക. തൈരും ഈ റാഗിയുടെ ഈ മിശ്രിതവും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ മുളകും പിന്നെ മല്ലിയിലയും കുറച്ച് ഇന്ദുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ തന്നെ കഴിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഡെലീഷ്യസ് ആണ്. ഇത് നമ്മൾ വിചാരിക്കും തൈരും റാഗിയോ കഴിക്കാൻ അത്ര നല്ലതല്ല, പക്ഷെ വളരെ ഡെലീഷ്യസ് ആണ്. രാവിലെയാണ് ഇത് ആക്ച്വലി കഴിക്കേണ്ടത്, കാരണം ഇതൊരു ബെസ്റ്റ് പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. വയറിലെ നല്ല ബാക്ടീരിയകളെ നിലനിർത്താനും അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാനും നല്ല ബാക്ടീരിയനെ ആ ഒരു നിലനിർത്തി വയറിന്റെ ഡൈജസ്റ്റീവ് എൻസൈംസ് കറക്റ്റ് ആക്കാനും അതുപോലെ തന്നെ ഡൈജഷൻ കറക്റ്റ് ആക്കാനും. ഗ്യാസ് ഉള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് കഴിച്ചു നോക്ക്. തുടർച്ചയായിട്ട് ഗ്യാസ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പാനീയം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോവാവുന്നതാണ്. ഗ്യാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 കഷ്ണം ഇഞ്ചി വരെ നമുക്ക് ഇതിനകത്ത് ചതച്ചിടാം എന്നുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനും താപനില നിയന്ത്രിക്കാനും. അധികം ചൂടുള്ള ആൾക്കാർക്ക് ചൂട് കുറയുന്നു, ശരീര ചൂടുള്ളവർക്ക് വളരെ ബെസ്റ്റാണ് സമ്മർ സീസണിലൊക്കെ കഴിക്കാൻ. എന്ന് വെച്ച് നമ്മൾ ഇതൊരു റെയിനി സീസണിലോ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിൽ കഴിച്ചെന്ന് വിചാരിച്ച് നമുക്ക് ജലദോഷ അസുഖങ്ങളൊന്നും പിടിക്കുന്നില്ല. അത് ബാലൻസ് ചെയ്യാണ്, നമ്മുടെ ശരീരത്തിൽ വേണ്ട ആ ഒരു ടെമ്പറേച്ചർ ബാലൻസ്, താപനില ബാലൻസ് ചെയ്യുകയാണെന്നുള്ളതാണ്. നല്ല ന്യൂട്രീഷ്യസ് ആണ്. നമുക്കറിയാം
നമുക്ക് തൈരിലുള്ളതും അതുപോലെ തന്നെ റാഗിയിലുള്ളതുമായ ന്യൂട്രീഷ്യൻസ് ആൻഡ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നമുക്ക് കിട്ടും. ഇത് ആർക്കൊക്കെ കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ വയറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും കഴിക്കാം. ഈ പ്രശ്നമില്ലാത്തവരും ഒരു പ്രോബയോട്ടിക് എന്ന രീതിയിൽ ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസം കഴിച്ചാൽ വളരെ ഗുണമാണ്. പ്രമേഹമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഓവർ വെയിറ്റിന് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരും തൈറോയ്ഡ് ഉള്ള ആൾക്കാരും അതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ പ്രഷറോ ഹാർട്ട് ഡിസീസോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് കഴിക്കാൻ വരുന്നതാണ്. കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഇത്ര അളവ് എന്നില്ല. നമ്മൾ കൊണ്ടാക്കി പരിചിതമാകുമ്പോൾ നമുക്ക് കഴിക്കാൻ പാകത്തിനൊരു അളവ് വെള്ളവും റാഗിപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് മാത്രം. വളരെ ഗുണപ്രദമാണ്. ഞാനിത് പറയാൻ കാരണം കേരളത്തിൽ അത്ര സുപരിചിതം എനിക്കറിയില്ല, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയില്ല, അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ചില പ്രാദേശികമായിട്ട് ചില വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്നതിൽ. ചില ആൾക്കാർ മോരൊക്കെ മിക്സ് ചെയ്ത് രാത്രി തന്നെ വെച്ചിട്ട് രാവിലെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് കടുമാങ്ങ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ട് രാവിലെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചീര തോരൻ്റെ കൂടെ ഇത് ഒരു ചില മാസങ്ങളിലൊക്കെ കഴിക്കുന്നത് കണ്ടുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാദേശികമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അവരും ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ഇത് പല ഭാഗത്തും ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് കഴിച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്തതിന് ഗുണങ്ങൾ അറിഞ്ഞവരും തീർച്ചയായിട്ടും അതൊന്ന് അറിയിക്കാൻ മറക്കരുത്. വളരെ ബെസ്റ്റ് പ്രോബയോട്ടിക് അതുപോലെ തന്നെ ശരീരത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഡിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.